ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഫയർ റെസ്ക്യൂ ടീമിന്റെ ഒരു റെസ്ക്യൂ ബോട്ട് ഇപ്പോൾ ഈ പുഴയിൽ ഇറക്കി റോപ്പ് വഴി അത് ഘടിപ്പിച്ച് അപ്പുറത്തേക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് നടത്താനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ മറ്റൊരു ദൃശ്യം കൂടി നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അത് അത്ര സുഖകരമായതല്ല. അവിടെ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് മണ്ണിൽ പുതഞ്ഞ് മരണപ്പെട്ട ഒരു മൃതദേഹം, ഒരാളുടെ മൃതദേഹം ഇപ്പോൾ ഈ റോപ്പ് വഴി ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അതായത് നമ്മൾ പലപ്പോഴും പലരും ആശങ്കപ്പെട്ടതുപോലെ ഈ മുണ്ടക്കൈ മലയ്ക്ക് മുകളിൽ പലരും കുടുങ്ങിക്കിടക്കുന്നുണ്ട്, പലരും മരണപ്പെട്ടിട്ടുണ്ട്, മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന സാഹചര്യമുണ്ട്. അവരുടെ അടുത്തേക്കൊന്നും എല്ലാവരും കൃത്യമായിട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എത്തിപ്പെടുന്ന ആളുകളെ ഇപ്പുറത്തേക്ക് എത്തിക്കുകയാണ്. പരിക്കേറ്റ രണ്ടുപേരെ ഇങ്ങനെ പുറത്തെത്തിച്ച് അവർക്ക് വൈദ്യസഹായം ലഭ്യമാക്കി. പക്ഷെ അതിലൊരാൾ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു. അവരുടെ മൃതദേഹമാണ് ഇപ്പോൾ റോപ്പ് വഴി കൊണ്ടുവരുന്നത്. പക്ഷെ അതിനൊപ്പം തന്നെ സമാന്തരമായി കൂടുതൽ ആളുകളെ റെസ്ക്യൂ ങ്ങളെ അപ്പുറത്തേക്ക് അക്കരയിലേക്ക് എത്തിക്കാൻ വേണ്ടി റെസ്ക്യൂ ബോട്ട് പുഴയിൽ ഇറക്കാൻ കഴിയും. ഒഴുകുന്ന പുഴയാണ്, അതുകൊണ്ട് തന്നെ അതെത്രത്തോളം സാധ്യമാകുമോ എന്ന് അറിയില്ല. പക്ഷെ അതിനൊരു ശ്രമം അവർ നടത്തുന്നു. അങ്ങനെയെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഈ ബോട്ട് വഴി അക്കരയ്ക്ക് കടക്കാൻ കഴിയുമെന്നുള്ളതാണ്. കൂടുതൽ ആളുകളെ, പരിക്കേറ്റ ആളുകളെ കൂടുതൽ കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും, ക്യാമറയിൽ കാണാൻ കഴിയുമെന്ന് നമ്മൾ കാണുന്നു. രണ്ടുപേർ ഒരാളെ താങ്ങി പിടിച്ച് നടന്നു വരുന്നുണ്ട്. അവരൊക്കെ ഇങ്ങനെ ഇന്നലെ രാത്രി മുതൽ രാത്രിയിൽ ഉരുൾപൊട്ടലിൽ പെട്ട് പലയിടങ്ങളിലായി മണ്ണിനടിയിലും കോൺക്രീറ്റിനടിയിലും ഒക്കെയായി പെട്ട് പരിക്കേറ്റ് കിടന്ന ആളുകൾ ഇപ്പോഴാണ് നമുക്ക് അവരുടെ അടുത്തേക്ക് എത്താൻ കഴിയുന്നത്. അവരെ താങ്ങിപ്പിടിച്ചും സ്ട്രക്ചറിലുമായി ഓരോരുത്തരെ കൊണ്ടുവരികയാണ്. NDRF സംഘത്തിന് ഇപ്പോഴാണ് അല്പസമയം മുമ്പാണ് ഇപ്പോഴത്തേക്ക് ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് കടക്കാൻ കഴിഞ്ഞത്. അവർ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരെയായി രക്ഷപ്പെടുത്തി കൊണ്ടുവരേണ്ടതുണ്ട്. നാട്ടുകാരൻ ഒപ്പം പേരെന്താണ്? മുണ്ടക്കൈയിൽ എത്ര ഇങ്ങനെ കൂടുതൽ പേരിങ്ങനെ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നുണ്ട്? എന്താ നിങ്ങൾ അറിഞ്ഞെടുത്തോളൂ. യാത്ര എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇവിടുത്തെ ഈ ഭാഗം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോരുത്തരെയായി രക്ഷപ്പെടുത്തി കൊണ്ടുവരേണ്ടതുണ്ട്. ഒരു നാട്ടുകാരൻ ഒപ്പം പേരെന്താണ് നിങ്ങളുടെ? ഷമീർ. മുണ്ടക്കൈയിൽ എത്ര ഇങ്ങനെ കൂടുതൽ പേരിങ്ങനെ